ഒരൊറ്റൊരു രീതി കടലക്കറി വെച്ചാൽ വേറെ ഒരു രീതിയിൽ നമ്മൾ കടലക്കറി വയ്ക്കത്തില്ല. അത്ര ടേസ്റ്റാണ്. സോ അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. കടലക്കറി വെക്കണമെങ്കിൽ ആദ്യം തന്നെ തലേന്ന് കടല കുതിർത്തിടണ്ടേ. അപ്പോൾ നമ്മൾ കടലയെല്ലാം കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിലേക്ക് ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടല വേവിക്കുമ്പോൾ തന്നെ ഉപ്പിടണം, അല്ലെങ്കിൽ കടലയിൽ ഉപ്പ് പിടിക്കത്തില്ല. ഇതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് ഞാൻ മുഴുവൻ ജീരകമായിട്ടാണ് ഇടുന്നത്. പൊടിച്ച ജീരകം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ മുഴുവൻ ജീരകം ഇവിടെ ടേസ്റ്റ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് ഇളക്കാവേ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് തണുക്കുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചിറക്കുക. ഒരു പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും നമ്മൾ ആട്ടി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റ് നമുക്ക് എണ്ണയൊക്കെ തെളിച്ച് നല്ല വറ്റി വന്ന കടലക്കറിയിലേക്ക് നമുക്ക് കടുകൊക്കെ താളിച്ച് വയ്ക്കാം. സോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുമാണ്.